ഇല്ല, ടെൻഷൻ ഇല്ല ലാലേട്ടാ. പ്രിപ്പയർഡ് ആണ്. എല്ലാ ഇലക്ഷനും പ്രിപ്പയർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ടെൻഷൻ ഇല്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു ലൈഫ് ഉണ്ടെന്ന് അറിയാം. സോ പേടിയല്ല, എല്ലാവരും വിട്ടു പോകുന്നതിന്റെ ഒരു വിഷമം, എല്ലാവരും വിട്ടു പോകുന്നതിന്റെ ആയിട്ടുള്ള ഒരു വിഷമം ഉണ്ടാവും. ഇത്രയും ദിവസം നിന്നതാണ്. പിന്നെ ഞാൻ അത്ര ആക്റ്റീവ് ആണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടില്ല. കാരണം ഇൻവോൾവ് ആവുന്നത് ആവശ്യമില്ലാത്ത കോൺവെർസേഷനിലോട്ട് ഞാൻ പോകാറില്ല. ഐ കീപ് മൈ ഡിസ്റ്റൻസ് എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. നമുക്കൊരു ഗെയിമില് വിജയ പരാജയങ്ങൾ ഉണ്ടാവില്ലേ, അതിനെ ഫേസ് ചെയ്യാന്നുള്ളതല്ലേ. അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അല്ലേ. നമുക്ക് എന്തായാലും ആ വീഡിയോ കാണാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Ladies, boys and girls, this is FC Boy in the house. Why should I accept? Why should you accept? എല്ലാവരോടും യാത്ര പറയുന്നു. ജഡ്ജ്മെന്റിലേക്ക് വരിക. അതിഥികളുണ്ട്, അതിലൂടെ പോയി നമുക്ക് അവിടെ സ്വീകരിക്കാം. ഈ വീടിന്റെ അടുത്ത വരയിലേക്ക് ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും നന്ദി പഠിച്ചതാണ്. നമ്മള് ഭക്ഷണം പവിത്രമായ സ്ഥലം എല്ലാരും ഫീഡ് ചെയ്യണം. നമ്മളെല്ലാരും ഫീഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വിളവായ സൗഹൃദം കനിവിൽ ഇതേവരെ 42 years of my life എല്ലാ വുമൺ ഹു സറൗണ്ട് മീ ഈസ് സേഫ്. ഞാൻ ചെയ്യുന്ന എൻ്റെ കരിയറിൽ ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ. അതേപോലത്തെ ഒരാള് ഇങ്ങനത്തെ പെർഫെക്റ്റ് ജഡ്ജ്മെന്റിൽ വീഴില്ല. ഇഫ് യു തിങ്ക് യു കൻ മെന്റലി ബ്രേക്ക് മീ, യു കനോട്ട്. എൻ്റെ നമ്പറാണ് ബിഗ് ബോസ്. ഏത് ബിഗ് ബോസ് സീസണിൽ ഉണ്ടാലും ഒന്ന് നീ അവിടെ ഇരിക്കണം. മമ്മി ഡാഡി മറ്റു ശ്രദ്ധിക്കുക. ലക്ഷ്മി സേവ്ഡാണ്. പ്രേക്ഷക വിധി പ്രകാരം മുനിൽ ഈ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞു പ്രധാന വാതിലേക്ക് പുറത്തേക്ക് വരിക. Hey man, come on, please stop. Right. Namaskar.
എപ്പോഴും ഉണ്ടാവുമല്ലോ അറിയില്ല. മനേഷ് ആണത്. അപ്പൊ ഗൈസ് പ്ലീസ് സ്റ്റോപ്പ് ക്രൈ. ഐ എം ഹാപ്പി. ഐ എം വെരി വെരി ഹാപ്പി. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ ജേർണി. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഒനിലിന മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയാണ്. യു നോ ദാറ്റ്. യുവർ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് അതിൻ്റെ പേര്, നമുക്ക് ഇത്രയും ദിവസമൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ കയറിയപ്പോൾ എങ്ങനെയായിരുന്നു ഒരു സ്വീകരണം ഉണ്ടാവും എന്താണെന്നൊക്കെ അറിയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഒരു കാര്യത്തിൽ ഹാപ്പിയാണ്. ഇത്രയും ദിവസം നിൽക്കാൻ പറ്റി എല്ലാവരുടെയും കൂടെ. എല്ലാവരും സൂപ്പർ ഗെയിമേഴ്സ് ആണ്. പിന്നെ എൻ്റെ മമ്മി അവാർഡ്, അതെ, എൻ്റെ ബെസ്റ്റീത്തെ അവാർഡൊക്കെ കിട്ടി എനിക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ മമ്മിക്ക് ഇവിടെ വരാൻ പറ്റി, അനിയന് വരാൻ പറ്റി. ഇത്രയും വലിയ സന്തോഷം വേറെ ഇല്ല. എനിക്ക് മമ്മി പറഞ്ഞ ഷീ ഈസ് വെരി പ്രൗഡ് ഓഫ് മീ എന്നുള്ളത്. അവൾ അവിടെ ഞാൻ ജയിച്ചു. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ അതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് ഇവിടെ ഇട്ടിട്ടും പോകണേണ്. ഫോർട്ട് കൊച്ചിൻ ഒരു ഫേവറേറ്റ് പേഴ്സൺ ആയി മാറി. പിന്നെ റെപ്രസെന്റ് ഫോർട്ട് കൊച്ചിൻ. അതുകൂടാണ്ട് ഒരു ബിഗ് ബോസ് ലെജൻഡ് ആയി മാറാൻ പറ്റി. കമോൺ, സീസൺ 7 എല്ലാം ടഫസ്റ്റ് സീസൺ. വി ആർ ഓൾ ലെജൻഡ്സ്. നമ്മുടെ എല്ലാവരുടെയും കോൺവെർസേഷൻസ് ഞാൻ മിസ് ചെയ്യും. നമുക്കിതൊരു കോളേജ് ലൈഫിലേക്ക് തിരിച്ചു പോയതുപോലെയായിരുന്നു എനിക്ക്. അതായത് അതുപോലെ ഒരു പിന്നൊരു മൂത്ത ചേട്ടനെ പോലെ ആയിരുന്നു ഇവർക്ക്, നമ്മുടെ അനൂക്കും ഒക്കെ. അപ്പൊ അവരെയൊക്കെ ഞാൻ മിസ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും നിങ്ങൾക്കൊരു ചേട്ടനുണ്ടാവും ഫോർ ലൈഫ്. അതേപോലെ ഇവൻ എൻ്റെ അനിയൻ നെവിൻ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങള് നമ്മളെല്ലാവരും മിസ് ചെയ്യും. പിന്നെന്താണ്, അതൊക്കെ തന്നെ പറഞ്ഞു. സമയമായി. യെസ് യെസ് ബിഗ് ബോസ്, യെസ്. എന്താണ് അപ്പൊ ബാക്കി ഞാൻ ലാലേട്ടനോട് പോയി സംസാരിക്കാമെന്ന് വിചാരിക്കും. ഓഫ് കോഴ്സ്, യെസ്. എടുത്തിട്ട് വരും. അപ്പൊ എടുത്തിട്ട് വരും. ബിഗ് ബോസ് ഒരു മിനിറ്റ് നെവിനൊന്ന് കണ്ടോട്ടെ. സമയമായി. ആ യെസ് യെസ്. ഒരാഗ്രഹം നെവിനെ, എൻ്റെ 2 കോയിൻ എടുത്തു. അതെന്റെ മോനെ കൊടുത്തേക്കേ. Okay guys, okay guys. That's up. Okay. See. ഞാൻ അവിടെ നിന്ന് അറിയാം. See. Love you, Big Boss. പിന്നെ only love. Welcome back, Mikey, Future and Maruti Suzuki present Big Boss Malayalam Season 7, co-presented by Goja Paints, Healthy Grosakayam, Ujala, Young and Fresh Fabric Conditioner, and Regal Jewelers. Big Boss വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയി വരുന്ന ആളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒനി. ഹലോ. കുറേ നാളിന് ശേഷമല്ലേ ഇത്ര ആൾക്കാരെ കാണുന്നത്? അതെ. അതായത് ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ പുറത്തൊക്കെ പോയിട്ട് ചെറിയ വീടിന്റെ അകത്തേക്ക് വിട്ടു പരിചയമില്ലാത്ത ആൾക്കാര്. അതൊരു ഗെയിമാണ്. ആ ഗെയിമിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഭാഗ്യം ചെയ്തവരാണ്. ഈ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ 20 ഒരാളാവാൻ പറ്റി. 60 ദിവസത്തോളം നമ്മൾ അവിടെ നിന്നു. പ്രേക്ഷകരുടെ സപ്പോർട്ടിലാണ്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഒനിയിൽ എന്നുള്ളൊരു പേര് ഇപ്പൊ മലയാളികൾക്ക് സുപരിചിതമായി. അത് പ്രേക്ഷകർ ഒരുപക്ഷെ ഒനിലിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല. പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഒനിയിൽ എന്നുള്ള ആളുടെ ഒരു 5% കല മാത്രമേ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളൂ. കാരണം ബിഗ് ബോസിൽ അതൊരു ഗെയിമാണ്. ആ ഗെയിം ആ രീതിയിൽ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇനി മുന്നോട്ടുള്ള ജേണിയിൽ എനിക്ക് ആക്ച്വലി ഒരുപാട് ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ഉണ്ടായ കുറെ കലകളും കലാവാസനകളൊക്കെ ഞാൻ എന്റെ പ്രൊഫഷനിൽ 10 വർഷം നിന്നു വക്കീലായിട്ട്. ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ശേഷമാണ് ഞാൻ എല്ലാം ചെയ്തു തുടങ്ങിയത് വീണ്ടും ഒന്നും കൂടി. അപ്പോ എന്തിലും നന്നായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഒരു ആഗ്രഹമുള്ളൂ. അത് ഇവിടെയും ചെയ്യാൻ പറ്റി എന്ന് കരുതുന്നു. അപ്പൊ അത് തന്നെ ഇനിയും മുന്നോട്ടുണ്ടാവും. ഞാൻ ചോദിക്കുകയാണ്, ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു FC ബോയ് ഉണ്ടായിരുന്നു. പുറത്തേക്ക് 60 ദിവസങ്ങൾ കഴിഞ്ഞ ഒരു FC ബോയ് പോവുകയാണ്. എന്താണ് ഇതിന്റെ ഇടയിൽ നടന്ന
എന്തെങ്കിലും ഒരു മാറ്റം ടാങ്കർ മാനേജ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കാം, ഒരു അക്ലമറ്റൈസേഷൻ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അനിയന്? എന്തുവാണ് ഇത്?